ബോംബ് വെച്ചിട്ടുണ്ട്. പാളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വണ്ടി കയറ്. ഈ ഷോള് കാണിച്ച് ട്രെയിൻ നിർത്താൻ പറ്റുമോ നോക്ക്. ടീച്ചർ വാ, നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്ലാൻ എങ്ങനെയാ ചോർന്നു? ആരാ ഈ പ്ലാൻ ചോർത്തി കൊടുത്തത്? പറയാൻ. മുമ്പൊരിക്കലും നിങ്ങൾ പോയപ്പോൾ പരാജയപ്പെട്ടു. ആരാ നമ്മളെ തന്നെ ഒറ്റുകൊടുത്തത്? നൈസാബ്. ഞാനല്ല. പിന്നെ ആരാണ്? ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളവരോട് ഞാനാ സമാധാനം പറയേണ്ടത്. നമ്മളെ വിശ്വസിച്ച ഓരോ പ്ലാനും അവരെ ഏൽപ്പിക്കുന്നത്. എന്നിട്ടൊടുവിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നോ, അതുണ്ടാകരുത്. ആ ടീച്ചറുടെ ആരാണ് ഉണ്ടായിരുന്നത്? പറയേ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആ ടീച്ചറും കുതിരവണ്ടിക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ആരും ജീവിച്ചിരിക്കരുത്. എന്റെ ഈശ്വര, ഏത് എണ്ണം കെട്ടവനെ കണിയോണ്ടാണ് ഞാനിന്ന് എണീറ്റത്. ശ്രീധരാ, മേലെ നിന്ന് എന്ത് അരളിപ്പാടാ ഉണ്ടായത്? ഒരു അത്യാവശ്യത്തിന് ഒന്നും ഗുണപ്പെടില്ല ദൈവമേ. എടോ, അവന്മാര് വേറെ വല്ല മെസ്സേജും തന്നോന്ന്? തന്നില്ല സാർ. സാർ, എന്താടോ? ഒരു ശ്യാമോഹൻ വന്നിരിക്കുന്നു. സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണോ അത്രേ. ഏതോ പത്രക്കാരനാണെന്നാ പറഞ്ഞത്. ഒരുത്തനെയും കാണാൻ ഇപ്പൊ സൗകര്യമില്ല. മനുഷ്യനോട് തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഒരു പത്രക്കാരൻ. എക്സ്ക്യൂസ് മീ സർ. ക്ഷമിക്കണം ബുദ്ധിമുട്ടിക്കുന്നതിന്. എന്താടോ? സാറിനോടൊന്ന് സംസാരിക്കണം. റെക്കമെൻഡേഷനാ. എന്നാ ഇത് നേരത്തെ പറയണ്ടോ? എന്നെ കാണാൻ DGP ശുപാർശ. അല്ലെങ്കിൽ മുകളിലുള്ളവർ ഓരോന്ന് പറയും. അവർക്ക് ഉത്തരവിട്ടാ മതിയല്ലോ. നമുക്ക് അവിടെ തലവേന. താൻ ഏത് പത്രത്തിൽ നാഷണൽ വോയിസ്, മുംബൈയിൽ നിന്ന് ഇറങ്ങുന്ന. ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്ന പത്രം തന്നെ നേരെ വേണം നോക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഇംഗ്ലീഷ് പത്രം. തനിക്ക് എന്താ അറിയേണ്ടത്? DGPയുമായി സംസാരിച്ചപ്പോഴാണ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞത്. സെബാസ്റ്റ്യന്റെ ഫാമിലിയുടെയും രേവതി ടീച്ചറിന്റെയും മണിയൻ എന്ന കുതിരവണ്ടിക്കാരന്റെയും മരണത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഒന്ന് കിട്ടിയാൽ ഞങ്ങളുടെ പത്രത്തിൽ ഒരു കവർ സ്റ്റോറി ചെയ്യായിരുന്നു. സെബാസ്റ്റ്യന്റെ കൊലപാതകം ആ നക്സലൈറ്റ് ഗ്രൂപ്പ് നടത്തിയതാ. പിന്നെ രേവതി ടീച്ചറിന്റെയും ആ കുതിരവണ്ടിക്കാരന്റെയും മരണം, അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഡൽഹിയിലുള്ള ഒരു തീവ്രവാദി സംഘടന ഇവിടം കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സാർ സമ്മതിക്കും? ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. തീവ്രവാദികൾ ഇവിടെ വന്നിട്ടുമില്ല, തമ്പടിച്ചിട്ടുമില്ല. അല്ല, ഞങ്ങൾ പത്രക്കാർക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് ഞങ്ങളും അന്വേഷിക്കുന്നുണ്ടോ. ഇന്ന് വരെ അപരിചിതനായ ഒരുത്തനെയും ഞങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ല. തെളിവുകൾ ഞാൻ തന്നാൽ സാർ എന്നെ സഹായിക്കൂ? എന്ത് തെളിവാ തന്റെ കയ്യിലുള്ളത്? കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്ത റിപ്പോർട്ട്. അതിൽ ഈ കാട്ടിൽ തീവ്രവാദി സംഘം ക്യാമ്പ് ചെയ്തതിന്റെ സകല ഡീറ്റെയിൽസ് ഉണ്ട്. IB-ന്ന് ഞങ്ങൾ ചോർത്തിയതാ. അയാളുടെ കൊലപാതകം ഒരു നക്സലൈറ്റ് ഗ്രൂപ്പ് നടത്തിയതല്ല സാർ.
സെബാസ്റ്റ്യൻ ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ പിടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ആ ഗ്രൂപ്പ് തന്നെയാണ് സെബാസ്റ്റ്യനെ കൊന്നത്. പിന്നെ ആ ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പിന്നിലും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. 4 മന്ത്രിമാരടങ്ങുന്ന ഒരു സംഘം ആ ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അവരെ ഇല്ലാതാക്കാനായിരുന്നു പ്ലാൻ. അതെങ്ങനെയോ ലീക്ക് ഔട്ടായി. അങ്ങനെ ടീച്ചറും മണിയും കൊല്ലപ്പെട്ടത്. എന്താ സാർ, ഇനി എന്നെ സഹായിച്ചൂടെ? ഇതിപ്പോ ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാലോ. ഞാൻ ഇനി എന്ത് പറഞ്ഞാ തന്നെ സഹായിക്കേണ്ടത്? ബൈസൺ വാലി മുഴുവൻ ഒന്ന് അരിച്ചു പെറുക്കിയാൽ അവരെ പിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്കാവില്ലേ? എടോ, എല്ലാ അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങളുമായി കഴിയുന്ന അവരെ പിടികൂടാൻ ഈ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർ പോയാലും നടക്കില്ല. പിന്നെ എന്തിനാടോ കുറെ പോലീസുകാരെയും കൂടി കൊലയ്ക്ക് കൊടുക്കുന്നത്? ചത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലിട്ടുന്ന എന്താ? പോലീസ് ബഹുമതിയോടെ ശവം അടക്കും. പിറ്റേന്ന് പത്രത്തിൽ തോക്കും താഴ്ത്തി പിടിച്ച് തല കുനിച്ചിരിക്കുന്ന സഹപ്രവർത്തകരുടെ ഫോട്ടോയും. സർ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഏതോ ഒരു നക്സലൈറ്റ് ഗ്രൂപ്പ് സ്റ്റേഷനിൽ വിളിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ സെബാസ്റ്റ്യന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ ഈ കാക്കിക്കുപ്പായ ഇട്ടുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന്റെ ഫയൽ സാർ ക്ലോസ് ചെയ്തു. ആ കേസ് ഇന്റലിജൻസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതെ, ഞാൻ അന്വേഷിച്ചോളാം. പക്ഷെ അതിന് സാറിന്റെ സഹായം കൂടി വേണം. എന്നാ താൻ ചെന്ന് അന്വേഷിക്കുക. എന്റെ ആവശ്യം വരുമെന്ന് കണ്ടാ മതി. ശരി സാർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇനിയും വരും. എടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഏതോ എണ്ണം കെട്ടനെയാണ് ഞാൻ കണി കണ്ടതെന്ന്.